श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम लोकाभिराम जय. അയോധ്യയിലേക്കുള്ള യാത്ര. മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചിതു, പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാമെന്നെ കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിൽ അത്രൈവ സന്തുഷ്ടനായി മംഗളദേവതയാകിയ സീതയാ മംഗള സ്നാനവുമാചരിച്ചിടണം. മേളമായിങ്ങു വിരുന്നും കഴിഞ്ഞിങ്ങു നാളെയങ്ങോട്ടെഴുന്നള്ളേറുകയുമാ എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവൻ താനും അരുൾ ചെയ്തു. സോദരനായ ഭരതനയോധ്യയിലാധിയും പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നിതു. ഞാൻ അവൻ തന്നോടു കൂടി ഒഴിഞ്ഞലങ്കാരങ്ങളൊന്നും അനുഷ്ഠിക്കയെന്നുള്ളതില്ലടോ. ചെന്നൊരു രാജ്യത്തിൽ വാഴുകെന്നുള്ളതും സ്നാനാശനാദികൾ ആചരിക്കുന്നതും നൂനമവനോടു കൂടിയേ ആവിതു. എന്നു 14 സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്തവൻ വാഴും. ചെന്നീല ഞാൻ അന്നു തന്നെ, എന്നാലവൻ വന്ധിയിൽ ചാടി മരിക്കുമേ പിറ്റേന്നാൾ എന്നതു കൊണ്ടുഴറുന്നിതു ഞാനിഹ. വന്നു സമയവുമേറ്റമടുത്തങ്ങു ചെന്നു കൊള്ളുവാൻ പണിയുണ്ടതിങ്ങുന്നമേ. നിന്നിൽ വാത്സല്യമില്ലായകയുമല്ലമേ, സൽക്കരിച്ചിടു നീ സത്വരമെന്നുടെ മർക്കടവീരരെയൊക്കവേ സാദരം. പ്രീതി അവർക്കു വന്നാൽ എനിക്കും വരും പ്രീതി, അതിനൊരു ചഞ്ചലമില്ലകേ. എന്നെ കനിവോടു പൂജിച്ചതിൻ ഫലം വന്നുകൂടും കപിവീരരെ പൂജിച്ചാൽ. പാനശന സ്വർണരത്നാംബരങ്ങളാൽ വാനരന്മാർ കലംഭാവം വരും വണ്ണം പൂജയും ചെയ്തു കപികളുമായി ചെന്നു രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ. ക്ഷിപ്രമയോധ്യക്കെഴുന്നള്ളുവാനിഹ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ. രാത്രിഞ്ചരാധിപനിത്തമുണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകെന്നാനഥ പൗലസ്ത്യയാനവും വന്നു വന്ദിച്ചിതു. ജാനകിയോടും അനുജനോടും ചെന്നു മാനവവീരൻ വിമാനവുമേറിനാൻ. അർക്കാത്മജാതി കപിവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘൂത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തിതാദരാൽ. മന്ദേതരം ഞാൻ അയോധ്യയ്ക്കു പോകുന്നു, മിത്രകാര്യം കൃതമായതു നിങ്ങളാൽ. ശത്രുഭയമിനി നിങ്ങൾക്കകപ്പെടാ. മർക്കടരാജാ സുഗ്രീവാ മഹാമതേ, കിഷ്കിന്ധയിൽ ചെന്നു വാഴ നീ സൗഖ്യമാ.
ആശരാധീശ വിഭീഷണ ലങ്കയിലാശു പോയി വാഴ്ക നീയും ബന്ധുവർഗവും. കാകുൽസ്ഥനിത്തമരുൾ ചെയ്ത നേരത്തു വേഗത്തിൽ വന്ദിച്ചവർകളും ചൊല്ലിനാ, ഞങ്ങളും കൂടെ വിടകൊണ്ടയോധ്യയിലങ്ങു കൗസല്യാദികളെയും വന്ദിച്ചു മംഗളമമ്മാരഭിഷേകവും കണ്ടു. തങ്ങൾ തങ്ങൾക്കുള്ള വിടവാണിടുവാനുണ്ടാകവേണം തിരുമനസ്സിങ്കിലേ കുണ്ഠത ഞങ്ങൾക്ക് തിരു ജഗത്പ്രഭോ. അങ്ങനെ തന്നെ നമുക്കും അഭിമതം, നിങ്ങൾക്കും അങ്ങനെ തോന്നിയതദ്ഭുതം. എങ്കിലോ വന്നു വിമാനമേറിയിടുവിൻ, സങ്കടമെന്നിയേ മിത്രവിയോഗജം. സേനയാ സാർദ്ധം നിശാചരരാജനും വാനരന്മാരും വിമാനമേറിയിടിനാർ. സംസാരനാശനാനുജ്ഞയാ പുഷ്പകം ഹംസസമാനം സമുൽപതിച്ചു തദാ. നക്തഞ്ചരേന്ദ്ര സുഗ്രീവാനുജപ്രിയായുക്തനാം രാമനെ കൊണ്ടു വിമാനവും എത്രയും ശോഭിച്ചിതം പരാന്തേ തഥാ മിത്രബിംബം കണക്കേ ധനദാസനും. ഉത്സംഗസീമ്നി വിന്യസ്യ സീതാ ഭക്തവത്സലൻ നാലുദിക്കും പുനരാലോക്യ വത്സേ ജനകാത്മജേ ശൃണു വല്ലഭേ തത്സേവിതേ സരസീരുഹലോചനേ. പശ്യ ത്രികൂടാചലോത്തമാംഗസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം. യുദ്ധാങ്കണം കാൺകതിലിംഗു ശോണിത കർദമമാം സാസ്ഥിപൂർണം ഭയങ്കരം. അത്രൈവ വാനര രാക്ഷസന്മാർ തമ്മിലെത്രയും ഘോരമായുണ്ടായി സങ്കരം. അത്രൈവ രാവണൻ വീണു മരിച്ചിതെന്നസ്ത്രമേറ്റുത്തമേ നിന്നുടെ കാരണം. കുംഭകർണൻ മകരാക്ഷനുമെന്നുടെ അമ്പുകൊണ്ടത്ര മരിച്ചിതു വല്ലഭേ. വൃത്രാരിജിത്തുമതികായനും പുനരത്ര സൗമിത്രി തന്നസ്ത്രമേറ്റുത്തമേ. വീണു മരിച്ചിതു പിന്നെയും മറ്റുള്ള കൗണവന്മാരെ കവികൾക്കും നേടിനാർ. സേതു ബന്ധിച്ചതും കാണടോ സാഗരേ, ഹേതു ബന്ധിച്ചതതിന്നു നീയല്ലയോ. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ, പഞ്ചപാതകനാശനം ത്രൈലോക്യപൂജിതം. കണ്ടാലുമുണ്ടാം ദുരിത വിനാശനം, കണ്ടാലുമങ്ങതിന്നത്ര രാമേശ്വരം. എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങു നീ. അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചിതുത്തമനായ വിഭീഷണൻ വല്ലഭേ. പുഷ്കരനേത്രേ പുരോഭുവി കാണടോ, കിഷ്കിന്ധയാകും കപീന്ദ്രപുരീമിമാ. ശ്രുത്വാ മനോഹരം ഭർതൃവാക്യം മുധാ പൃഥ്വീസുതയുമപേക്ഷിച്ചിതന്നേരം. താരാദിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ്ങു കൊണ്ടുപോയിടണം. കൗതൂഹലമയോധ്യാപുരിവാസിന ചേതസി പാരമുണ്ടായി വരും നിർണയം. വാനരവീരരുമൊട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നേടുന്നു.
ഭർതൃവിയോഗജ ദുഃഖമിന്നെന്നോളമിത്രിലോകത്തിങ്കൽ ആരറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം. രാഘവൻ ത്രൈലോക്യനായകനുള്ളിലുള്ള ഭൂതമപ്പോൾ അറിഞ്ഞു വിമാനവും. ക്ഷോണീതലം നോക്കി മന്ദമന്ദം തഥാ താണതു കണ്ടരുൾ ചെയ്തു രഘുത്തമൻ. വാനരവീരരെ, നിങ്ങൾ നിജ നിജ മാലിനിമാരെ വരുത്തുവിനെ വരും. മർക്കടവീരരതു കേട്ടു മോദേന കിഷ്കിന്ധ പൊക്കു നിജാംഗനമാരെയും പോകെന്നു ചൊല്ലി വിമാനം കരേറ്റിന. ശാഖാമൃഗാധിപന്മാരും കരേറിന. താരാർമക്കളായ ജാനകി ദേവിയും താരാരുമാദികളോടു മോദാന്വിതം ആലോകനാലാപമന്ദഹാസാദി ഗാഠാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ടു സംഭാവനം ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും. വിശ്വൈകനായകൻ ജാനകിയോടരുളി ചെയ്തിതു പരമാനന്ദ സംയുതം. പശ്യ മനോഹരേ ദേവി വിചിത്രമാമൃഷ്യമുഖാചലമുത്തുംഗമെത്രയും. അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും മുഗ്ധാംഗി പഞ്ചവടി നാമിരുന്നേടം. വന്ദിച്ചു കൊൾഗസ്ത്യാശ്രമം ഭക്തി പൂണ്ടിന്ദീവരാക്ഷി സുതീക്ഷ്ണാശ്രമത്രയും. ചിത്രകൂടാചലം പണ്ടു നാവാണേടം അത്രൈവ കണ്ടു ഭരതനെ നാമിടോ. ഭദ്രേ മുദാ ഭരദ്വാജാശ്രമം കാണ്ട ശുദ്ധികരം യമുനാതടശോഭിതം. ഗംഗാനദിയതിങ്ങേതതിങ്ങു ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാടെടോ. പിന്നെ സരയൂ നദിയതിങ്ങേതു ധന്യമയോധ്യാനഗരം മനോഹരേ. യുദ്ധമരുൾ ചെയ്ത നേരത്തു രാഘവൻ ചിത്തമറിഞ്ഞാശു താണു വിമാനവും. വന്ദിച്ചിതു ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും. രാമനും ചോദിച്ചിതപ്പോൾ അയോധ്യയിലാമയമേതു മുന്നില്ലയല്ലേ മുനേ. മാതൃജനത്തിനും സൗഖ്യമല്ലി മമ സോദരന്മാർക്കുമാചാര്യജനത്തിനും. താപസശ്രേഷ്ഠനരുൾ ചെയ്തിതന്നേരം താപമൊരുവർക്കുമില്ലയോധ്യാപുരേ. നിത്യം ഭരതശത്രുഘ്നകുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു. ഭക്ത്യാ ജടാവൽക്കലാദികളും പൂണ്ടു സത്യസ്വരൂപനാ നിന്നെയും പാർത്തു പാർത്താഹന്ത സിംഹാസനേ പാദുകം വച്ചു മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു. കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കുന്നിതെപ്പോഴും. ത്വൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നിതു ചിത്പുരുഷ പ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ. സീതാഹരണവും സുഗ്രീവ സഖ്യവും യാതുധാനന്മാരെയൊക്കെ വധിച്ചതും. യുദ്ധപ്രകാരവും മാരുതി തന്നുടെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ. ആദിമധ്യാന്തമില്ലാത്ത പരബ്രഹ്മവേദം
തിരിക്കരുതാതൊരു വസ്തു നീ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിൻ തിരുവടി നിർണയം. ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായതനന്ദൻ ജഗത്പ്രഭോ. ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം, ചെന്നയോധ്യാപുരം പുക്കീടടുത്തനാൾ. കർണാമൃതമാമുനിവാക്കു കേട്ടുപോയി പർണശാലാമകം പുക്കിതു രാഘവൻ. പൂജിതനായി ഭ്രാതൃഭാര്യാ സമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടീടിനാർ. ഹനുമത് ഭരത സംവാദം. പിന്നേ മുഹൂർത്തമാത്രം നിരൂപിച്ചത് ചൊന്നാനനിലാത്മജനോടു രാഘവൻ. ചെന്നയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ വന്നിടുക. എന്നുടെ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോടു ചൊല്ലണം. പോകുന്ന നേരം ഗുഹനെയും ചെന്നു കണ്ടേകാന്തമായി അറിയിച്ചീടവസ്ഥകൾ. മാരുതി മാനുഷവേഷം ധരിച്ചു പോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ചു. സത്വരം ചെന്നു നന്ദിഗ്രാമമുൾപ്പുക്കു ഭക്തനായിടും ഭരതനെ കൂപ്പിനാർ. പാതുകവും വച്ചു പൂജിച്ച നാരദം ചേതസാ രാമനെ ധ്യാനിച്ചു ശുദ്ധനായി. സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കരം പൂണ്ടു മൂലഫലവും ഭുജിച്ചു കൃഷാംഗനായി. ബാലനോടും കൂടെ വാഴുന്നതു കണ്ടു മാരുതിയും ബഹുമാനിച്ചിതേറ്റവും. ആരുമില്ലിത്ര ഭക്തന്മാരവനിൽ എന്നു കൽപ്പിച്ചു വണങ്ങി വിനീതനായി. നിന്നു മധുരമമ്മാറു ചൊല്ലിടിനാർ. അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ. സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാ വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ. രാവണനെ കൊന്നു ദേവിയെയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മനസ്സേ. ശോകവും തീർന്നു വസിക്കാമിനിച്ചിരം. യുദ്ധമാകർണ്യ ഭരതകുമാരനും ബദ്ധസമ്മോദം വിമൂർച്ഛിതനായി വീണു. സത്വരമാശ്വസ്തനായ നേരം പുനരുത്ഥായ ഗാഠമാലിംഗനവും ചെയ്തു. വാനരവീരശിരസി മുദാ പരമാനന്ദ ബാഷ്പാഭിഷേകവും ചെയ്തിതു. ദേവോത്തമനോ നരോത്തമനോ ഭവാൻ ഏവമെന്നെ കുറിച്ചിത്ര കൃപയൊടും ഇഷ്ടവാക്യം ചൊന്നതിങ്ങനുരൂപമായി തുഷ്ട്യാ തരുവതിനില്ല മറ്റേതുമേ.
ശോകം മതീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരു സാഗം തരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലിടടോ രാമകീർത്തനം സൗഖ്യദം. മാനവനാഥനു വാനരന്മാരോടു കാനനേ സംഗമമുണ്ടായതെങ്ങനെ? വൈദേഹിയെ കട്ടുകൊണ്ടവാരെങ്ങനെ? യാതുധാനാധിപനാകിയ രാവണൻ. ഇത്തരം ചോദിച്ച രാജകുമാരനോടുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. എങ്കിലോ നിങ്ങളെ ചിത്രകൂടാചലത്തിങ്കൽ നിന്നാധി കലർന്നു പിരിഞ്ഞ നാൾ ആദിയായി ഇന്നോളമുള്ളോരവസ്ഥകൾ ആദരവുൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ടു ഞാൻ. ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിടുക വന്നുപോം ദുഃഖവിനാശം തപോനിധേ എന്നു പറഞ്ഞറിയിച്ചാലഖിലവും മന്നവൻ തൻ ചരിത്രം പവിത്രം പരം. ശത്രുഘ്നമിത്രഭൃത്യമാദ്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടാടിന. അയോധ്യാപ്രവേശം. ശത്രുഘ്നനോടു ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചാനന്തരം പൂജനാം നാഥനെഴുന്നള്ളും നേരത്തു രാജ്യമലങ്കരിക്കേണമെല്ലാടവും. ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്തയാ ദീപാവലിയുമുണ്ടാക്കണം. സൂതവൈതാളിക വന്ദിസ്തുതി പാഠകാദി ജനങ്ങളുമൊക്കെ വന്നിടണം. വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കയും വേണം. പാദ്യാദികളും ഒരുക്കണമേ വരും. രാജധാരങ്ങൾ അമാത്യജനങ്ങളും വാജികജരഥ പങ്ക്തി സൈന്യങ്ങളും വാരനാരിജനത്തോടും അലങ്കരിച്ചാരൂഢമോദം വരണമെല്ലാവരും. ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ മാർഗമടിച്ചു തളിപ്പിക്കയും വേണം. പൂർണ്ണകുംഭങ്ങളും ധൂപദീപങ്ങളും പൂർണ്ണം പുരദ്വാരി ചേർക്ക സമസ്തരും. താപസവൃന്ദവും ഭൂസുരവർഗവും ഭൂപതിധീരരുമൊക്കെ വന്നിടണം. പൗരജനങ്ങളാ ബാലവൃദ്ധാവധി ശ്രീരാമനെ കാൺമതിന്നു വരുത്തണം. ശത്രുഘ്നനും ഭരതാജ്ഞയാ തൽപുരം ചിത്രമമ്മാറങ്ങലങ്കരിച്ചിടിന. ശ്രീരാമദേവനെ കാൺമതിനായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞിതയോധ്യയിൽ. വാരണേന്ദ്രന്മാരൊരു 10,000 തേരുമൗവണ്ണം 10,000 100,000 തുരകങ്ങളുമുണ്ട് 500,000 കാലാൾ പടകളും. രാജധാരി ജനം തണ്ടിലേറിക്കൊണ്ടു രാമകുമാരനെ കാൺമാനുഴറിനാർ. പാതുകാമൂർധനി വെച്ചു ഭരതനും പാദശാരേണ നടന്നു തുടങ്ങിനാൻ. ആദരമുൾക്കൊണ്ടു ശത്രുഘ്നനാകിയ സോദരൻ താനും നടന്നാനതു നേരം. പൂർണ്ണചന്ദ്രാഭമാം പുഷ്പകമന്നേരം കാണാച്ചമഞ്ഞിതു ദൂരമനോഹരം. പൗരജനാദികളോടു കുതൂഹലാൽ മാരുതപുത്രൻ പറഞ്ഞാനതു നേരം.
ബ്രഹ്മണാ നിർമ്മിതമാകിയ പുഷ്പകം തന്മേൽ അരവിന്ദ നേത്രനും സീതയും ലക്ഷ്മണ സുഗ്രീവ നക്തഞ്ചരാധിപ മുഖ്യമായുള്ളൊരു സൈന്യസമന്വിതം കണ്ടുകൊള്ളിൻ പരമാനന്ദ വിഗ്രഹം പുണ്ടരീകാക്ഷം പുരുഷോത്തമം പരം. അപ്പോൾ ജനപ്രീതി ജാത ശബ്ദം ഘനമപ്രദേശത്തോളം ഉൽപ്പതിച്ചു ബലാൽ. ബാലവൃദ്ധ സ്ത്രീ തരുണവർഗാരവ കോലാഹലം പറയാവതല്ലേതുമേ. വാരണവാചിരഥങ്ങളിൽ നിന്നവർ പാരിലിറങ്ങി വണങ്ങിനാരെ വരും. ചാരുവിമാനാഗ്ര സംസ്ഥിതനാം ജഗൽ കാരണഭൂതനെ കണ്ടു ഭരതനും. മേരുമഹാഗിരിമൂർധനീ ശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങിടിനാൻ. ചിൽപുരുഷാജ്ഞയാ താളിതു മെല്ലവേ പുഷ്പകമായ വിമാനവുമന്നേരം. ആനന്ദബാഷ്പം കലർന്നു ഭരതനും സാനുജനുമായി വിമാനം കരേറിയിടിനാൻ. വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രനുസംഗസിന്നി ചേർത്തിടിനാൻ. കാലമനേകം കഴിഞ്ഞു കണ്ണീടിന ബാലകന്മാരെ മുഴുവേ തഴുകിനാൻ. ഹർഷാശ്രുധാരയ സോദരമൂർധനി വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂരവും. വർദ്ധിച്ചു വർദ്ധിച്ചു വാഴുന്ന നേരത്തു ശത്രുഘ്ന പൂർവജനം ഭരതൻ പദം ഭക്യാ വണങ്ങിനാൻ. ആശു സൗമിത്രിയെ ശത്രുഘ്നനും വണങ്ങിടിനാനാദരാൽ. സോദരനോടും ഭരതകുമാരനും വൈദേഹി തൻ പദം വീണു വണങ്ങിനാൻ. സുഗ്രീവൻ അംഗദൻ ജാംബവാൻ നീലനും ഉഗ്രനാം മൈന്ദൻ വിവിധൻ സുഷേണനും. താരൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ നടൻ വീരൻ വൃഷഭൻ ശരഭൻ പനസൻ. ശൂരൻ വിനതൻ വികടൻ ദധിമുഖൻ ക്രൂരൻ കുമുദൻ ശതബലി ദുർമുഖൻ. സാരനാകും വേഗദർശി സുമുഖനും ധീരനാകും ഗന്ധമാദനൻ കേസരി. മറ്റുമേവം കപിനായകന്മാരെയും മുറ്റുമാനന്ദേന ഗാഠം പുണർന്നിതു മാരുതി വാചാ ഭരതകുമാരൻ. പൂരുഷവേഷം ധരിച്ചാർ കപികളും പ്രീതിപൂർവം കുശലം വിചാരിച്ചതിമോദം കലർന്നു വസിച്ചാരവർകളും. സുഗ്രീവനെ കനിവോടു പുണർന്നഥ ഗദ്ഗദവാച പറഞ്ഞു ഭരതൻ. നൂനം ഭവത്സഹായേന രഘുവരൻ മാനിയാം രാവണൻ തന്നെ വധിച്ചതും. 4 സുതന്മാർ ദശരഥ ഭൂപനിക്കാലമഞ്ചാമനായി ചമഞ്ഞു ഭവാൻ. പഞ്ചമഭ്രാതാ ഭവാനിനി ഞങ്ങൾക്കു കിഞ്ചന സംശയമില്ലെന്നറികടോ. ശോകാതുരയായ കൗസല്യ തൻ പദം രാഘവൻ ഭക്ത്യാ നമസ്കരിച്ചിരുന്നാർ. കാലേ കനിഞ്ഞു പുണർന്നാളുടൻ മുലപ്പാലും ചുരന്നിതു മാതാവിനന്നേരം. കൈകേയാകിയ മാതൃജനത്തെയും കാകുൽസ്ഥനാശു സുമിത്രാപദാബ്ജവും വന്ദിച്ചു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചവരുമണച്ചു തഴുകിനാർ. ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാൻ ഉൾക്കാം വഴിഞ്ഞു
പുണർന്നാരവർകളും സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദം ഉൾക്കൊണ്ടു പുണർന്നാരവർകളും സുഗ്രീവനാദികളും തൊഴുതിടിനാരഗ്രേ വിനീതയായി നിന്നിരു താരയും ഭക്തിപരവശനായ ഭരതനും ചിത്തമഴിഞ്ഞു തൽപാതുകാതുംബവും ശ്രീരാമപാദാരവിന്ദങ്ങളിൽ ചേർത്തു പാരിൽ വീണാശു നമസ്കരിച്ചിടിനാർ. രാജ്യം ത്വയാ ദത്തമെങ്കൽ പുരാദ്യ ഞാൻ പൂജനാം നിങ്ങൾ സമർപ്പിച്ചിതാദരാൽ ഇന്നു മജ്ജന്മം സഫലമായി വന്നിരു ധന്യനായേനടിയനിന്നു നിർണയം വന്നു മനോരഥമെല്ലാം സഫലമായി വന്നിതു മൽക്കർമ്മ സാഫല്യവും പ്രഭോ. പണ്ടേതിലിങ്ങു പതിന്മടങ്ങായുടനുണ്ടിഹ രാജഭണ്ഡാരവും ഭൂപതേ ആനയും തേരും കുതിരയും പാർത്തു കാണൂനമില്ലാതെ പതിന്മടങ്ങുണ്ടല്ലോ. നിങ്ങളുടെ കാരുണ്യമുണ്ടാക കൊണ്ടു ഞാൻ ഇന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും രാജ്യമല്ലൊട്ടും ഭവാനാലിനി തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാനി മറ്റേതുമാലംബനമില്ല കാരുണ്യവാരിധേ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ഓം ശ്രീരാമചന്ദ്രായ നമഃ.